ശ്രീശാന്തിന്റെ ആജീവനാന്ത വിലക്ക് നീക്കി. അച്ചടക്ക നടപടിയും ക്രിമിനൽ കേസും രണ്ടെന്ന സുപ്രീം കോടതി. ശ്രീശാന്ത് സമർപ്പിച്ച ഹർജി ഭാഗികമായി അനുവദിച്ചു. മറ്റ് ശിക്ഷ BCCIക്ക് തീരുമാനിക്കാം. വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നു. ഹരീഷ്, സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? രേഷ്മ, രണ്ടംഗ ബെഞ്ചാണ് ഭാഗികമായി തന്നെ ശ്രീശാന്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും തന്നെ ശിക്ഷാ കാലാവധി പുനഃപരിശോധിക്കണമെന്ന് BCCയോട് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അച്ചടക്ക നടപടിയും ക്രിമിനൽ കേസും രണ്ടാണെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അച്ചടക്ക സമിതിയുടെ നടപടികൾ പിഴവുണ്ടെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. അശോക് ഭൂഷണാണ് വിധി പ്രസ്താവം നടത്തിയത്. അശോക് ഭൂഷണും അതോടൊപ്പം തന്നെ KM ജോസഫുമായിരുന്നു ബെഞ്ച്. ആദ്യത്തെ രണ്ടുപേരും ചേർന്ന് ഒരൊറ്റ വിധി പ്രസ്താവന നടത്തി. അശോക് ഭൂഷണാണ് വിധി പ്രസ്താവം വായിച്ചത്. വിധി പ്രസ്താവത്തിന്റെ പ്രധാനപ്പെട്ട 5 പോയിന്റുകളോട് മാത്രമേ സുപ്രീം കോടതി വായിച്ചുള്ളൂ. ബാക്കിയുള്ള കൂടുതൽ ജഡ്ജ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതി വെബ്സൈറ്റിൽ കുറച്ച് സമയത്തിനകം തന്നെ പബ്ലിഷ് ചെയ്യും. കോടതി വിധി പ്രതീക്ഷ നൽകുന്നുവെന്നും കോടതി വിധി സ്വാഗതാർഹമാണെന്നും ശ്രീശാന്ത് വ്യക്തമാക്കുന്നു. 90 ദിവസമാണ്, അതായത് 3 മാസമാണ് ഇപ്പോൾ എന്തായാലും BCCIക്ക് ഈ വിഷയത്തിൽ ശ്രീശാന്തിന്റെ വാദം കേട്ടതിന് ശേഷം തന്നെ തീരുമാനമെടുക്കാൻ ഏത് ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നുള്ള സമയം നൽകിയിരിക്കുന്നത് സുപ്രീം കോടതി. അതിന്റെ അടിസ്ഥാനത്തിൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമാവോ അതിൽ പ്രതീക്ഷയുണ്ട്, ശുഭാപ്തി വിശ്വാസമുണ്ടെന്നാണ് ശ്രീശാന്ത് നമ്മൾ PPTയോട് വ്യക്തമാക്കിയതും. നിലവിൽ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കും, താൻ ഇത്രയും കാലം 6 വർഷമായി കേസ് നടക്കുന്നു, ആ സമയത്തെല്ലാം താൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ 3 മാസമാണ് തുടർന്ന് പ്രാക്ടീസുമായി മുന്നോട്ട് പോകും. എന്നാൽ രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് അദ്ദേഹം മടങ്ങി വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉളവാക്കുന്നുണ്ട്. കാരണം 35 വയസ്സ് അദ്ദേഹത്തിന് പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി മടങ്ങി വരാൻ സാധ്യത വളരെയേറെ കുറവാണ്. പക്ഷേ അദ്ദേഹം കൗണ്ടി ക്രിക്കറ്റ് അടക്കമുള്ള ക്ലബ് ക്രിക്കറ്റ് അടക്കമുള്ളതിലേക്ക് തന്നെ കൂടുതൽ ഓഫറുകൾ കഴിഞ്ഞ പല വർഷങ്ങളിൽ ലഭിച്ചിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് BCCയുടെ ആജീവനാന്ത വിലക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചതും. അതല്ല, ഒരു തരത്തിലും ക്രിക്കറ്റ് ലോകത്തേക്ക് തീരെ ഒരു ഇറങ്ങിച്ചെല്ലാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു കോടതിയുടെ BCCയുടെ തീരുമാനമുണ്ടായത്. ദില്ലി പാട്ല അദ്ദേഹത്തിനെ വെറുതെ വിട്ട് അദ്ദേഹം അടക്കമുള്ള 39 പേരെ ഈ വാതുവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് വെറുതെ വിട്ടിരുന്നെങ്കിലും പക്ഷേ BCCയുടെ പല നിലപാടുകളും അദ്ദേഹത്തെ വളരെ വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. BCCI നിലപാട് സ്വീകരിച്ചു. BCCയുടെ പ്രധാനപ്പെട്ട നിലപാട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് BCCI അദ്ദേഹത്തിന് ആജീവനാന്ത വിലക്കുമായി മുന്നോട്ട് പോയത്. നിലവിൽ തന്നെ 2013 മെയ് 9 മൊഹാലിയിൽ കിങ്സിലും പഞ്ചാബുമായി നടന്ന മത്സരത്തിൽ വാതുവെപ്പുകാരുടെ നിർദ്ദേശപ്രകാരം തന്റെ 2ാം ഓവറിൽ 14 റൺസിലേറെ വിട്ടുകൊടുക്കാൻ ശ്രീശാന്ത് ശ്രമിച്ചുവെന്നാണ് ദില്ലി പോലീസിന്റെ കണ്ടെത്തൽ. ശ്രീശാന്തിനൊപ്പം 39 പേരാണ് അന്ന് കേസ് പ്രതികൾ ഉണ്ടായിരുന്നത്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയതാണ് ശ്രീശാന്ത് കളിച്ചത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് BCCI അദ്ദേഹത്തിന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുന്നത്. പക്ഷേ ഇതിൽ തന്നെ പ്രധാനമായി തന്നെ സുപ്രീം കോടതിയിൽ ഇത്രയും മാസങ്ങളോളം നീണ്ടുനിന്ന വാദം നടക്കുമ്പോഴും ശ്രീശാന്ത് പ്രധാനമായി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ നിലവിൽ ആജീവനാന്ത വിലക്ക് എന്തായാലും പരിമിതപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ിൽ വെച്ച ദില്ലി പോലീസ് തന്നെ മർദ്ദനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. ആ മർദ്ദനത്തിന് ഇരയാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് 2013 ആദ്യ കുറ്റസമ്മതം നടത്തേണ്ടി വന്നതെന്നും ശ്രീശാന്തിന്റെ പ്രധാനപ്പെട്ട വാദമായിരുന്നു. എന്നാൽ അതിന് മറുപടി ഇതിന് സുപ്രീം കോടതി നിരീക്ഷിച്ച പ്രധാനപ്പെട്ട ചോദ്യം മുന്നോട്ട് വെച്ചത് എന്തിനാണ് ഇത്രയും കുറെ പണം കയ്യിൽ കരുതിയ ചോദ്യത്തിന് അത് അനാഥർക്ക് നൽകാൻ വേണ്ടിയാണെന്നായിരുന്നു ശ്രീശാന്ത് മറുപടി നൽകിയത്. അപ്പൊ എല്ലാ തരത്തിലും 10 ലക്ഷം രൂപയോളമായിരുന്നു ശ്രീശാന്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശദമായ വാദം സുപ്രീം കോടതി കേട്ടിരുന്നു. എന്നാലും ഒരു പൂർണ്ണമായൊരു വിജയം, ഒരു പൂർണ്ണമായൊരു വിധി പ്രസ്താവം, അനുകൂലമായ വിധി പ്രസ്താവം എന്നതിനെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കില്ലെങ്കിലും ഭാഗികമായി തന്നെ ശ്രീശാന്തിന് അനുകൂലമായ നിലപാടുണ്ടായിരിക്കുന്നു. ശ്രീശാന്തിന്റെ വാദം കേട്ടത്, അതായത് ശ്രീശാന്തിന്റെ ഭാഗം കേട്ടതിന് ശേഷം തന്നെ 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് BCCയോട് സുപ്രീം കോടതി നിരീക്ഷിച്ചതും. എന്നാൽ അനുകൂലമായ ഒരു ശുഭാപ്തി വിശ്വാസം ശ്രീശാന്തിന്റെ വാക്കുകൾ നമ്മൾ തെളിഞ്ഞു കാണുന്നുണ്ട്. 2013 IPL ഒത്തുകളി കേസ് തുടർന്നാണ് BCCI ശ്രീശാന്തിന്റെ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയത്. അതിനുശേഷം 6 വർഷത്തോളം പൂർത്തിയാവുന്നു. അത് അപ്പോൾ 6ാം വർഷത്തിലേക്കാണ് കടക്കുന്നത്. എന്നാൽ ഇത്രയും കാലം അദ്ദേഹത്തിന് ഒരു തരത്തിലും കൗണ്ടി മത്സരങ്ങളായതിന് ക്ലബ് മത്സരങ്ങളായതിന് ഒന്നും തന്നെ അദ്ദേഹത്തിന് കളിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഈ പറഞ്ഞ വിഷയത്തിൽ ദില്ലി പാട്ല ഹൗസ് കോടതിയുടെ അനുകൂലമായ വിധി പ്രസ്താവം അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും ഈ BCCI ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുകയുണ്ടായി. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്കോട്ട്ലാൻഡിൽ നടക്കുന്ന മത്സരവുമായി ബന്ധപ്പെട്ടായിരുന്നു കേരളത്തിലെ ഹൈക്കോടതിയെ സമീപിച്ചത്. തനിക്ക് പോവാം, തനിക്ക് കളിക്കാനുള്ള അനുവാദം നൽകണമെന്ന് ചൂണ്ടിക്കാണിച്ച് ഹർജി നൽകിയിരുന്നു. പക്ഷെ എന്തായാലും കേരള ഹൈക്കോടതി ഈ പറയുന്ന BCCയുടെ നിലപാടിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ആ നടപടി ശരിവച്ചിരുന്നു. പക്ഷെ ആ നടപടി ശരിയായ നടപടിയല്ല. അച്ചടക്ക നടപടിയും ക്രിമിനൽ കേസും രണ്ടാണെന്ന് സുപ്രീം കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അച്ചടക്ക സമിതിയുടെ നടപടികൾ പിഴവുണ്ടെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ ഭാഗികമായി തന്നെ ശ്രീശാന്തിന് അനുകൂലമായ വിധി പ്രസ്താവം സുപ്രീം കോടതി ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണ്. രേഷ്മ, വ്യക്തമാണ് ഹരീഷ്. ശ്രീശാന്തിന്റെ ആജീവനാന്ത വിലക്ക് നീക്കിയിരിക്കുന്നു. അച്ചടക്ക നടപടിയും ക്രിമിനൽ കേസും രണ്ടെന്ന് സുപ്രീം കോടതി. ശ്രീശാന്ത് സമർപ്പിച്ച ഹർജി ഭാഗികമായി അനുവദിച്ചു. മറ്റ് ശിക്ഷ BCCIക്ക് തീരുമാനിക്കാം. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും ഹരീഷ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. മുസ്ലിം ലീഗ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ രഹസ്യ കൂടിക്കാഴ്ച. PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായ അബ്ദുൾ മജീദ് ഫൈസി,
നസറുദ്ദീൻ എളമരം എന്നിവർ കൊണ്ടോട്ടിയിലെ ഹോട്ടലിൽ ചർച്ചയ്ക്കെത്തുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. ലീഗിന്റെ മതേതര മുഖം മൂടി അഴിഞ്ഞു വീണെന്ന് CPIM വ്യക്തമാക്കി. ബുധനാഴ്ച വൈകുന്നേരം 8 മണിയോടെയായിരുന്നു കൂടിക്കാഴ്ച. ET മുഹമ്മദ് ബഷീർ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരോടൊപ്പം പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് നസറുദ്ദീൻ എളമരം, SDPI സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഫൈസി, ഇക്രാമുൽ ഹക്ക് തുടങ്ങിയവർ എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. കൊണ്ടോട്ടിയിലെ KTDC ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച. 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു പാർട്ടികളുടെയും നേതാക്കൾ ഇറങ്ങിവരുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പൊന്നാനിയിൽ തോൽവി ഭയന്നാണ് മുസ്ലിം ലീഗ് പോപ്പുലർ ഫ്രണ്ട് കൂടിക്കാഴ്ചയെന്നും മുസ്ലിം ലീഗിന്റെ മതേതര മുഖം മൂടി അഴിഞ്ഞു വീണെന്നും CPIM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പറഞ്ഞു. ലീഗിനെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ സംഭവമല്ല. SDPIയുമായും പോപ്പുലർ ഫ്രണ്ടുമായും രഹസ്യ ബാന്ധവം എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല. എക്കാലത്തും അവർ എടുക്കുന്നൊരു നിലപാടാണ്. ഈ സംഭവത്തിലൂടെ വെളിവാക്കപ്പെട്ടൊരു കാര്യമുണ്ട്. ലീഗിന്റെ മതനിരപേക്ഷ മുഖംമൂടി, ഞങ്ങൾ മതേതര സംഘടനയാണ് എന്ന് പുറപ്പുറത്ത് കയറി പ്രസംഗിക്കുന്ന മുസ്ലിം ലീഗിന്റെ കപട മുഖമാണ് തുറന്നു കാട്ടപ്പെട്ടിട്ടുള്ളത്. മുഖംമൂടിയാണ് പിച്ച് ചീന്തപ്പെട്ടിട്ടുള്ളത്. മുസ്ലിം ലീഗ് മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ഗോഡ് ഫാദർ ആണ് എന്ന് ഞങ്ങൾ എക്കാലത്തും പറയാറുണ്ട്. ഞങ്ങളുടെ വിമർശനം ശരിവെക്കുന്നതാണ് ഇന്നലെ നടന്ന രഹസ്യ ചർച്ച. വർഗീയ കക്ഷികളുമായുള്ള മുസ്ലിം ലീഗിന്റെ രഹസ്യബന്ധം ദൃശ്യങ്ങളടക്കം പുറത്തായതോടെ പ്രതിരോധിക്കാൻ പാടുപെടുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ലീഗ് SDPI കൂട്ടുകെട്ട് അപകടകരമെന്ന കോടിയേരി. പരാജയഭീതിയിൽ ധാരണ ഉണ്ടാക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത്. വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം. മാധ്യമപ്രവർത്തകരുടെ ജാഗ്രത കൊണ്ടാണ് വിഷയം പുറത്തുവന്നതെന്നും കോടിയേരി പറഞ്ഞു. SDPI ചില മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് മറിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ SDPIയും ലീഗും തമ്മിൽ ധാരണയുണ്ടാക്കിയത് എന്നുള്ളതാണ് അനുമാനിക്കേണ്ടത്. ഈ കൂട്ടുകെട്ട് അപകടകരമായിരിക്കും. SDPയുമായി ലീഗ് കൂട്ടുകൂടുന്നതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ നിലപാടുണ്ടാകും എന്ന് കോൺഗ്രസിൻ്റെ KPCC നേതൃത്വം വ്യക്തമാക്കണം. UDFും ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. പരാജയ ഭീതിയിൽ നിന്ന് അവർ RSSുമായിട്ടും കേരളത്തിൽ ധാരണയുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. മുസ്ലിം ലീഗും SDPIയുമായി കാലങ്ങളായി രഹസ്യധാരണ ഉണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ തവണ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ SDPI മത്സരിക്കാതിരുന്നത് ഇതിന് തെളിവാണ്. പിന്നാമ്പുറത്ത് മതനിരപേക്ഷത പറയുന്ന ജനാധിപത്യ പാർട്ടികളുടെ തനിനിറം പുറത്തുവന്നിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൈരളി പീപ്പിൾ TVയുടെ അന്യോന്യം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കാനം രാജേന്ദ്രൻ. ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്ന ഒരു സംഭവവികാസം, കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാക്കളും SDPI നേതാക്കളും കൂടി ഒരു രഹസ്യമായൊരു കൂടിക്കാഴ്ച നടത്തി അതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ ഞങ്ങളടക്കം ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവത്തോട് എങ്ങനെ പ്രതികരിക്കണം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഹിന്ദു വർഗീയതയെ ചെറുക്കാൻ ന്യൂനപക്ഷം വർഗീയമായി സംഘടിക്കലല്ല ശരി എന്ന നിലപാടാണ് CPIയും CPMും എല്ലാം എടുത്തിട്ടുള്ളത്. അതും മതനിരപേക്ഷ ശക്തികളെ ശക്തിപ്പെടുത്തുക വഴി മാത്രമേ ഈ ഹിന്ദു വർഗീയതയെ നമുക്ക് ചെറുക്കാൻ കഴിയുള്ളൂ. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ ആ ചെറുത്തുനിൽപ്പ് പോരാ എന്നതിൻ്റെ പേരിലാണ് വിവിധ മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഇടക്കാലത്ത് വന്നത്. അത് 92 ശേഷമാണ്, ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ട്രെൻഡ് ഇന്ത്യയിലുണ്ടായത്. അത് തീവ്രവാദത്തിൻ്റെ അതിര് കിടക്കുന്ന ഘട്ടത്തിലേക്ക് പോയി. പക്ഷേ അവരുമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല. ഞങ്ങൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞ ലീഗ് കർട്ടന് പിന്നിൽ അവരുമായിട്ട് സൗഹൃദം പങ്കുവച്ചിരുന്നു എന്ന് നിരവധി സന്ദർഭങ്ങളിൽ നമുക്കറിയാം. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ യാദൃശ്ചികമല്ല ഇവരാരും അവിടെ മത്സരിക്കാതിരുന്നത് എന്നിപ്പോൾ മനസ്സിലായല്ലോ. യാദൃശ്ചികമല്ല ആ സംഭവം. അപ്പോൾ ഇത്തരം ചില ബന്ധങ്ങൾ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിക്കാൻ വേണ്ടി മതനിരപേക്ഷത പുറത്തു പറയുകയും പിന്നിൽ ഈ പ്രവർത്തനം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ജനാധിപത്യ പാർട്ടികളുടെ മുഖം ഇപ്പോൾ അത് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്.
രഹസ്യ ചർച്ചയിൽ UDF കൺവീനർ ബെന്നി ബെഹനാൻ പങ്കെടുത്തുവെന്ന PV അൻവർ. ലീഗ് SDPI കൂടിക്കാഴ്ച UDF അറിവോടെ. ചർച്ചയിലൂടെ പുറത്തുവന്നത് ലീഗിന്റെ വർഗീയ മുഖം. ലീഗിന് SDPIയുമായുള്ളത് നിരന്തര ബന്ധമാണ്. പകൽ ശത്രുക്കൾ, രാത്രിയിൽ ബന്ധം പുലർത്തുന്നവരെന്നും PV അൻവർ പീപ്പിൾ TVയോട് പ്രതികരിച്ചു. തെളിവുകൾ UDF മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം തന്നെയാണ് അവിടെ ചർച്ച നടന്നിട്ടുള്ളത്. UDF കൺവീനർ ബെന്നി ബെഹനാൻ വഴിയിൽ വാഹന തടസ്സമുണ്ടായി എത്താൻ വൈകിയതാണ്. ഈ ചർച്ച കഴിഞ്ഞ് വളരെ വൈകി അദ്ദേഹം വന്ന് ഈ പറയുന്ന KTDCയുടെ ടാംലിൻഡ് ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. വഴിയിൽ കുടുങ്ങിയ അദ്ദേഹവുമായി ഈ ചർച്ചയിൽ അവർ ടെലിഫോണിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ചർച്ച ഇന്നലെ അവിടെ പൂർത്തീകരിച്ചു എന്ന കാര്യം വളരെ വാസ്തവമാണ്. ഇപ്പൊ ഫൈസി പറയുന്നത് 2 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സംസാരിച്ചാൽ അതിലെന്താണ് തെറ്റ് എന്നാണ് ചോദ്യം. SDPI ഏറ്റവും വലിയ വർഗീയ കക്ഷിയാണ് എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗും പലപ്പോഴും പല ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. അത് പറയുകയും ആളുകളുടെ മുമ്പിൽ ആ രീതിയിൽ കാണിക്കുകയും ഞങ്ങൾ അവർക്ക് എതിരാണെന്ന് പറയുകയും രാത്രിയിൽ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും വോട്ട് മറിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം രൂപീകരിക്കുകയും അവരുടെ സ്ഥാനാർത്ഥി SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊന്നാനിയിൽ. SDPIയുമായി രഹസ്യ ചർച്ച നടത്തിയിട്ടില്ലെന്ന PK കുഞ്ഞാലിക്കുട്ടി. കൂടിക്കാഴ്ച യാദൃച്ഛികം മാത്രമെന്നും SDPIയുമായി യാതൊരു സഹകരണത്തിനും ലീഗ് ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതായത് ഗസ്റ്റ് ഹൗസിൽ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ് അദ്ദേഹം. ആ സമയത്ത് അവർ അവിടെ ഉണ്ടായതാണ്. അവർ യാതൊരു വിധ രഹസ്യ ചർച്ചയും അതിനത്തിലെ പൊതുസ്ഥലമാണെന്നുള്ള നിലയിൽ കിട്ടിയത് നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. SDPIയുമായി കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും രഹസ്യ ചർച്ച നടത്തിയിട്ടില്ലെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കൂടിക്കാഴ്ച യാദൃച്ഛികമാണെന്നും ET മുഹമ്മദ് ബഷീറിന്റെ വിശദീകരണം തൃപ്തികരമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. പിന്നെ അത് രഹസ്യ ചർച്ചയൊക്കെ ഒന്നും ഇപ്പോൾ TV തിരഞ്ഞെടുക്കൂലല്ലോ. ജനങ്ങളിങ്ങനെ കയറി ഇറങ്ങുന്ന TV ലോബിയിലാണോ രഹസ്യ ചർച്ച നടത്തുക? അത് ET പറഞ്ഞതിൻ്റെ അതിന് കാര്യം. അദ്ദേഹം പറഞ്ഞു എന്തായാലും സാഹചര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് അത്ര യാദൃശ്ചികമായിട്ടുള്ളതാണ്. അതല്ലാതെ പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമൊന്നുമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്കായി കോൺഗ്രസിൽ മാരത്തോൺ ചർച്ചകൾ തുടരുന്നു. ദില്ലിയിൽ തിരക്കിട്ട ചർച്ച. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ വെവ്വേറെ ചർച്ച നടത്തി. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം അല്പസമയത്തിനുള്ളിൽ. KC വേണുഗോപാൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന സൂചന. ഇടുക്കി, വടകര സീറ്റുകൾ കോൺഗ്രസിന് തന്നെ, മറ്റാർക്കും നൽകേണ്ടതില്ലെന്നും ധാരണ. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. ഒരുപക്ഷെ നിരവധി കാര്യങ്ങൾക്ക് കോൺഗ്രസിന് ഈ യോഗത്തിൽ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എന്താണ് യോഗത്തിന്റെ വിശദാംശങ്ങൾ? രേഷ്മ, സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് കേരള നേതാക്കൾ എത്തിയിട്ടില്ല. പക്ഷെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇപ്പോൾ KV തോമസുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. എറണാകുളത്ത് സിറ്റിംഗ് MP KV തോമസ്. പക്ഷെ അദ്ദേഹത്തിന് പകരം മറ്റാരെയെങ്കിലും പരിഗണിക്കുന്നു എന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നു. ഇങ്ങനെ കേന്ദ്ര നേതൃത്വവും അത് സംബന്ധിച്ച ആലോചനയിലായിരുന്നു. പക്ഷെ അതിന് പിന്നാലെയാണ് KV തോമസിനെ ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ചേർന്നതിന് മുമ്പായി മാധ്യമങ്ങളുമായി സംസാരിച്ചു. പാർട്ടി എന്ത് തീരുമാനിച്ചാലും താൻ അതിനനുസരിച്ച് നിൽക്കും എന്നാണ് KV തോമസ് അറിയിച്ചിരിക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു കാര്യം വ്യക്തമാക്കിയത് ഇടുക്കിയും വടകരയും മറ്റാർക്കും വിട്ടു നൽകില്ല. ഇടുക്കിയിൽ എന്തായാലും PJ ജോസഫിന് സീറ്റില്ല. വടകര KK രമയെ പൊതു സ്ഥാനാർത്ഥിയായി നിർത്തുന്നതിനെ കുറിച്ച് നേരത്തെ ആലോചിച്ചെങ്കിൽ കേരള നേതാക്കൾ ശക്തമായി എതിർത്തിരുന്നു. ഹൈക്കമാൻഡും ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചു. കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണം. സീറ്റ് വരേണ്ടതും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ സീറ്റ് പോലും മറ്റാർക്ക് നൽകരുത് എന്നാണ് നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ വടകരയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തന്നെ നിർത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിനായി സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം. ചർച്ചകൾ നടക്കുന്നു. ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട തർക്കമായുള്ളത് വയനാടാണ്. വയനാട് KC വേണുഗോപാൽ മത്സരിക്കില്ല എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം. KC വേണുഗോപാൽ കേന്ദ്ര നേതൃത്വത്തിൽ മത്സരിക്കണം. അദ്ദേഹത്തിന് വലിയ ചുമതലകളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഡൽഹിയിൽ വേണം എന്നാണ് ഹൈക്കമാൻഡ് ആഗ്രഹമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു. അപ്പോൾ വടകരയിലേക്ക് മറ്റാരുടെയെങ്കിലും പേര് ഷാനിമോൾ ഉസ്മാൻ വയനാട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ആലപ്പുഴ സീറ്റ് ചിലപ്പോൾ ഷാനിമാൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആറ്റിങ്ങൽ ഷാനിമോൾ ഉസ്മാൻ ലഭിച്ചാൽ പോലും മത്സരിക്കില്ല എന്നവർ പറയുന്നു. അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ മത്സരിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ ഉണ്ട്. ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി ധാരണയുണ്ടാക്കി ലിസ്റ്റ് കൊടുക്കും. നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കോൺഗ്രസിന്റേത് ചേർന്നാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. സന്തോഷ്, മറ്റൊരു കാര്യം, ഇടുക്കി വടകര സീറ്റുകൾ കോൺഗ്രസിന് തന്നെയെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഒരുപക്ഷെ PJ ജോസഫിനുള്ള എല്ലാ സാധ്യതകളും ഈ ഒരു തീരുമാനത്തോടുകൂടി മങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണ്ടേ കരുതാൻ?
രേഷ്മ, തീർച്ചയായും PJ ജോസഫ് ഇടുക്കി സീറ്റിൽ പൊതു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സംബന്ധിച്ച ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വവുമായി നടത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഒരു രേഖയായി മാറി. അപ്പോൾ അവർ ചർച്ച നടത്തിയില്ല എന്ന് പറയുന്നത്. പിന്നെ എന്ത് കാര്യത്തിന് അവരെല്ലാവരും കൂടി ഒത്തുകൂടിയത്? അപ്പോൾ തെരഞ്ഞെടുപ്പിലുള്ള ധാരണയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. ഇതാണ് പ്രശ്നം. ഈ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാവണം. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ആ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചാലേ മതനിരപേക്ഷത നമുക്ക് സംരക്ഷിക്കാനാവും. 4 വോട്ടിനു വേണ്ടി വർഗീയതയെ പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. നിർഭാഗ്യവശാൽ UDF അതാണ് സ്വീകരിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായാണ് ടോം വടക്കനെ പോലുള്ളവർ RSSലേക്ക് BJPയിലേക്ക് പോകുന്ന നില ഉണ്ടായിട്ടുള്ളത്. ഒരു പാഠവും ഈ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നില്ല എന്നുള്ളതാണ് UDFന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥ. 4 വോട്ടിനു വേണ്ടി വർഗീയതയെ പ്രീണിപ്പിക്കരുത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കോൺഗ്രസ് ഒരു പാഠവും പഠിക്കുന്നില്ല, അനുഭവങ്ങളിൽ നിന്നും കോൺഗ്രസ് ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ജോസഫിനെ ഇടുക്കിയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ അതൃപ്തി വ്യക്തമാക്കി ലീഗ്. ജോസഫ് മത്സരിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ സംബന്ധിച്ച് അറിയില്ലെന്നും കേരള കോൺഗ്രസിലെ തർക്കം പരിഹരിക്കാൻ ലീഗിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഞങ്ങൾ സൗഹൃദമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങളൊക്കെ രമ്യമായി തീരും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ലീഗ് അതിൽ ഈ വക ചർച്ചയൊന്നും കോൺഗ്രസ് നടത്തിയിട്ടില്ല. 3, 4 അങ്ങനത്തെ നിങ്ങൾ റീഓപ്പൺ ചെയ്യാൻ നോക്കണ്ട. ചർച്ച തുടരും. കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നല്ല സൗഹൃദ ബന്ധം തുടരുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ തീരും. PJ ജോസഫ് ഇടുക്കിയിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെന്ന് ജോസ് കെ മാണി. ഇടുക്കി സീറ്റ് PJ ജോസഫിന് നൽകിയാൽ സ്വാഗതം ചെയ്യും. ജോസഫിന്റെ വിജയസാധ്യത കണക്കിലെടുത്താണ് ഇടുക്കി സീറ്റ് നേരത്തെ ആവശ്യപ്പെട്ടതെന്നും ജോസ് കെ മാണി പറഞ്ഞു. SDPI ലീഗ് ധാരണ തെളിവോടുകൂടി പുറത്തുവന്നെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. സാലി, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. UDFന് വലിയ തിരിച്ചടിയായിക്കൊണ്ടാണ് ഈ സംഭവം. ലീഗ് SDPI കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടത്. മുഖ്യമന്ത്രി എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്? വിശദാംശങ്ങൾ. ലീഗ് SDPI ലീഗ് കൂടിക്കാഴ്ചയ്ക്കെതിരെ അതിനിശ്ചിതമായ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് വർഗീയതയെ പ്രീണിപ്പിക്കാനാണ് കോൺഗ്രസും UDFും ലീഗും ശ്രമിക്കുന്നത്. 4 വോട്ടിനു വേണ്ടി തീവ്ര വർഗീയതയെ പ്രീണിപ്പിക്കുകയും അങ്ങനെ വോട്ട് വാങ്ങാനുമാണ് UDF ശ്രമിക്കുന്നത്. ഇത് മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇതാണ് കോൺഗ്രസ് മുൻപും ചെയ്തിട്ടുള്ളത്. ടോം വടക്കന്റെ BJPയിലേക്കുള്ള പോക്കും ഇതിന്റെയൊക്കെ തന്നെ ഭാഗമായിട്ട് തന്നെയാണ്. ഇപ്പോൾ ലീഗ് SDPI കൂടിക്കാഴ്ച നിഷേധിക്കാനാവില്ല. കാരണം ദൃശ്യങ്ങൾ അടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വിശ്വസനീയമായ ഒരു വിശദീകരണം നൽകാൻ UDF നേതൃത്വത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. അത് കഴിയുകയുമില്ല. കാരണം അവരുടെ ചരിത്രം അതാണ് പറയുന്നത്. 4 വോട്ടിനു വേണ്ടി വർഗീയതയെ പ്രീണിപ്പിക്കുകയും കൂട്ടുപിടിക്കുകയും ചെയ്യുന്ന ചരിത്രവും രീതിയുമാണ് കോൺഗ്രസിനും ലീഗിനും UDFനും ഉള്ളത് എന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. മറ്റൊന്ന്, PJ ജോസഫിനെ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തെ കുറിച്ചാണ് മാധ്യമങ്ങൾ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനെ സ്വതന്ത്രനായി മറ്റൊരു പാർട്ടി മത്സരിപ്പിക്കുന്നു എന്നുള്ളത് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. UDFന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇത് വെളിവാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ശരിയല്ലാത്ത രാഷ്ട്രീയ നിലപാടുകൾ അവസാനിപ്പിക്കണം. ഇതിന് ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതൊക്കെ UDFന്റെ ആഭ്യന്തര കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊന്നും LDFോ CPMോ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ അതൊക്കെ സൂചിപ്പിക്കുന്നത് ആ മുന്നണിയുടെയും അതിൽ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ പാപ്പരത്വമാണ് എന്നാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. സാലി, ഒപ്പം PJ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു. ഒരു പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത നടപടി ആണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിച്ചത്? ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ആരാഞ്ഞിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് കേട്ടുകേൾവില്ലാത്ത സംഭവമാണ്, ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത സംഭവമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ മറ്റൊരു പാർട്ടി സ്വതന്ത്രനായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ സംഭവം.
അതുകൊണ്ട് തന്നെ ഇത് എന്ത് ന്യായീകരിച്ച് എങ്ങനെ ഇതിനെ വിശദീകരിക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചത്. ഇപ്പൊ UDF-ന്റെയോ കോൺഗ്രസിന്റെയോ ഒക്കെ ആഭ്യന്തര കാര്യങ്ങളാണിത്. പക്ഷേ ഇത് വെളിവാക്കുന്നത് കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒക്കെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. മുമ്പ് കേട്ടിട്ടില്ലാത്ത സംഭവമാണ്. ഇത്തരം ഒരു സംഭവം ഇതിനു മുമ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലോ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലോ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലോ ഇത്തരം ഒരു സംഭവം മുമ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു വിശദീകരണം നൽകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയണം. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ ഇത് രാഷ്ട്രീയത്തിൽ ശരിയല്ലാത്ത നിലപാടാണ് എന്നാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. SDPI ലീഗ് രഹസ്യധാരണ തെളിവോടെ പുറത്തുവന്നുവെന്ന മുഖ്യമന്ത്രി 4 വോട്ടിനു വേണ്ടി വർഗീയതയെ കൂട്ടുപിടിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഇതുവരെ പാഠം പഠിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.